വഴിപ്രശ്നത്തിൽ പട്ടികജാതി കുടുംബത്തിന് മർദ്ദനമേറ്റെന്ന ആരോപണം കളവാണെന്നും ഹരിജന പീഡന നിരോധന നിയമം ദുരുപയോഗം ചെയ്ത് അധ്യാപകനെയും കുടുംബത്തിനെയും കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നും ആക്ഷേപം. ഇതിനുശേഷം എൻ്റെ അച്ഛൻ ഈ സംഭവ സ്ഥലത്ത് ഞങ്ങളുടെ പുരയിടത്തിൽ കൃഷി ചെയ്യാനെത്തിയ സമയത്ത് വിനീഷും അവൻ്റെ അമ്മാവനും ദേവദാസനും അവൻ്റെ വീട്ടുകാരും ചേർന്ന് അച്ഛനെ അസഭ്യം പറയുകയും ദേഹോദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം പട്ടികവർഗ പീഡന നിയമത്തിൻ്റെ സഹായം അവർക്ക് ലഭിക്കണം എന്ന രൂപത്തിൽ അവർ കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പൊന്നൂർ പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയും ഇത് പൊന്നൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുടെ മുൻപാകെ വന്ന് എല്ലാവർക്കും അന്വേഷിച്ച് ബോധ്യപ്പെടുന്ന ഒരു കേസും ഈ വിനീഷ് സ്ഥലത്തെ പ്രധാന സാമൂഹിക വിരുദ്ധനും 10ഓളം കേസുകളിലെ പ്രതിയുമാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് പട്ടിക വിഭാഗക്കാരായ സുശീല, മകൻ വിനീഷ്, സുശീലയുടെ മാതാവ് എന്നിവരെ അയൽവാസികളായ പുഷ്പകുമാറും പിതാവ് ഗോപിയും ചേർന്ന് മർദ്ദിച്ചെന്ന് ആരോപിച്ച് പുനലൂർ പോലീസിൽ പരാതി നൽകുകയും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. എന്നാൽ തങ്ങളുടെ വസ്തുവിൽ ജോലി ചെയ്യാനെത്തിയ ഗോപിയെ സുശീലയും മകനും ചേർന്ന് അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്ത ശേഷം ഹരിജന പീഡനം എന്ന പേരിൽ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് ഗോപിയുടെ മകൻ ഇടുക്കി ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനുമായ പുഷ്പകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.